ഈ വീഡിയോയിൽ ഏത്തപ്പഴം പുട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ഏത്തപ്പഴം തൊലി കളഞ്ഞ് വെക്കണം. ഒരു അരമുറി തേങ്ങ ചിരകി വെക്കുന്നു. നമ്മൾ അരിപ്പൊടി എടുത്ത് 4 തവി അരിപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് നനവുണ്ടായിരിക്കണം, എന്നാൽ വെള്ളം കൂടി പോവുകയും അരുത്. ഇതുപോലെ കട്ടയെല്ലാം നമ്മൾ കൈകൊണ്ട് പൊടിച്ച് എടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഏത്തപ്പഴം നമ്മൾ ചെറുതായി മുറിച്ച് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ പകുതി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന പകുതി തേങ്ങ എടുത്തിടണം. ഒരു 2 സ്പൂൺ പഞ്ചസാരയും നമുക്ക് ചേർക്കാം. പഞ്ചസാര വേണമെന്നില്ല. തേങ്ങയും ചേർത്ത് ഈ ഏത്തപ്പഴം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് പുട്ടുകുടം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ആ പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഒരു ലെയർ. ഇത് ആദ്യത്തെ ഒരു രീതിയാണ്. നമ്മൾ 2 രീതിയിലാണ് ഈ ഏത്തപ്പഴം പുട്ടുണ്ടാക്കുന്നത്. ആദ്യം ഒരു രീതിയിൽ തേങ്ങ ആദ്യം ഇട്ട് അത് കഴിഞ്ഞ് അല്പം അരിപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ഏത്തപ്പഴം മിക്സർ ഇട്ട് അങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നത്. വീണ്ടും അരിപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ഏത്തപ്പഴം ഇട്ട് ലാസ്റ്റ് അരിപ്പൊടി വരുന്നത് പോലെ നമ്മൾ നിറച്ച് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ കുടത്തിൽ വെച്ച് നന്നായി ഒരു 5 മിനിറ്റോളം നേരം ആവി വരണം. എന്നാലേ ഉള്ളൂ ആ പഴമെല്ലാം നന്നായി ഒന്ന് വെന്ത് അതിൽ ജോയിൻ്റ് ആവുള്ളൂ. പതുക്കെ ഒരു പാത്രത്തിലേക്ക് കുത്തിയിടാം. സാവകാശം കുത്തിയിടാം. അപ്പോൾ അത് പൊട്ടിപ്പോകാതെ നല്ല ലെയറായിട്ട് കാണപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല ഒരു അട്രാക്ഷൻ ആയിരിക്കും ഇത്. ഇനിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴം മുറിച്ചതിനെ പുട്ടുപൊടിക്കകത്തിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഓൾറെഡി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിൽ ഈ പഴം മിക്സ് ചെയ്താൽ മതി. ഇത് ആദ്യത്തെ ലെയറിൽ തേങ്ങയിട്ട് പിന്നീട് ഈ പുട്ടുപൊടിയും ഏത്തപ്പഴവും കൂടിയുള്ള മിക്സർ ഇട്ട് പുട്ടുകുറ്റി നിറയ്ക്കണം. ലാസ്റ്റ് അല്പം തേങ്ങയിട്ട് അല്പം മാവും കൂടെ ഇട്ട് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് ഇത് ഒരു 5 മിനിറ്റോളം നേരം ആവി വന്നതിന് ശേഷവും ഒരു 5 മിനിറ്റോളം നേരം വേകാൻ വെക്കണം. അപ്പോഴേ ഉള്ളൂ ആ പഴം നന്നായി വേകുകയുള്ളൂ. അതിനുശേഷം ഇതും
പതുക്കെ ഒരു പാത്രത്തിലേക്ക് കുത്തിയിടണം. അങ്ങനെ നമ്മുടെ പഴംപുട്ട് തന്നെ 2 രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.